അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറേബ്യയുടെ മണ്ണിൽ അതാ റസിയയും മുത്തുവും ഫ്ലൈറ്റ് ഇറങ്ങി ആദ്യമായി. അതെ, ശരിക്കും ആ ഒരു ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഒരു നിമിഷം ആലോചിച്ചു പോയി, റബ്ബേ, മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായ ആ സ്ഥലം, അതെ അറേബ്യ. അറേബ്യക്കല്ലെങ്കിലും എന്തൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ റബ്ബേ. ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങിയ മണ്ണാണ്. ഒരു നിമിഷം അതാ മുത്തു അവിടെയാകെ നോക്കി. എന്നാൽ റസിയയും വെയിറ്റ് ചെയ്തു. മുത്തു കുറച്ച് ഫ്രണ്ടിലായിട്ടായിരുന്നു, റസിയ കുറച്ച് പിന്നിലായിട്ടും. എങ്കിലും അവളുടെ കാര്യത്തിൽ നല്ല രീതിയിൽ കെയറിങ് അവൻ ആഗ്രഹിച്ചിരുന്നു. ഒരിക്കൽ പോലും അവൾ തളരരുത്, പതറരുത്. അവൾ അറിയാത്ത രാജ്യത്തേക്കാണ് വന്നിട്ടുള്ളത്. അതെ, ഞാനും അങ്ങനെ തന്നെ. പക്ഷേ ഷാമിലുണ്ടായത് കൊണ്ടോ വലിയൊരു ആശ്വാസം. എന്നാൽ ഈ സമയം അതാ ഉമ്മുൽ ഖൈർ തൻ്റെ ഭർത്താവിനോടായി ഈ കാര്യം പറഞ്ഞിരുന്നു. അതെ, അവർ തമ്മിൽ ഒരിക്കലും ഒരു ചേർച്ചയുമില്ല. എങ്കിലും പറയാനുള്ളത് പറയണല്ലോ, അല്ലയോ? അങ്ങയോട് എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താ? ഇന്നിവിടേക്ക് ജോലിക്ക് വേണ്ടി 2 പേര് വരുന്നുണ്ട്. ജോലിക്കോ? ഇവിടേക്കോ? എന്തിന്? ഇവിടെ എനിക്ക് ഈത്തപ്പഴത്തോട്ടത്തിൽ കുറച്ച് ജോലിക്ക് ആവശ്യക്കാരുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഒരു ഗദ്ദാമയെ കൂടി വേണം. നോമ്പും കാര്യങ്ങളൊക്കെ വരികയല്ലേ. അതുകൊണ്ട് ഇവിടെയുള്ള ഗദ്ദാമക്ക് ഒറ്റയ്ക്ക് ഒരു പക്ഷേ അത് മറ്റവൾ പോയതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരാളെ കൂടി ഞാൻ ഇറക്കുമതി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ട്? ശരിക്കും ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അതാ ഉമ്മുൽ ഖൈർ ഞെട്ടിപ്പോയി. അതിപ്പോൾ ചോദിക്കേണ്ട ആവശ്യം എന്താ? ഒരുത്തി ലീവെടുത്ത് പോയി, പിന്നെ വേറൊരുത്തിയുടെ ആവശ്യമുണ്ടല്ലോ. നോമ്പെന്ന് പറഞ്ഞാൽ കുറച്ചധികം ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരാളെ മാത്രം അങ്ങനെ നമ്മൾ ശിക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. ശിക്ഷിക്കേ? എന്തായാലും വേണ്ടില്ല. എപ്പോഴാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്? അത് 9:30-ക്ക് ഇറങ്ങും. ഓ, ഷാമിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാമിൽ പോകണ്ട, ഞാൻ വേറെ ആളെ വിട്ടോളാം. അതെന്താ? ഷാമിൽ ഞാൻ വേറെ ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ശരിക്കും ആ അറബിയുടെ ക്രൂരത തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ശരിക്കും അവൻ വല്ലാതെ അങ്ങ് വിഷമിച്ചു. അത് പിന്നെ നിങ്ങൾ ഷാമിലിനല്ലേ അവരെ കണ്ടാലറിയാം. കണ്ടാലെന്തറിയാൻ? ചോദിച്ചാൽ പോരെ? ഇന്ന അറബിയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ ഷാമിൽ പോകേണ്ട ആവശ്യമില്ല. ഷാമിൽ അല്ലെങ്കിൽ ഡ്യൂട്ടി ഉണ്ടല്ലോ. ആ, നിൻ്റെ കാര്യസ്ഥനായിട്ടല്ലേ അവൻ നിൽക്കുന്നത്. തൽക്കാലം ഷാമിൽ പോകണ്ട, ഞാൻ 2 പേരെ വിടാം. അപ്പോൾ തന്നെ 2 പേരെ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി വിടുന്നു. സത്യം പറഞ്ഞാൽ ഉമ്മുൽ ഖൈറിനത് വല്ലാത്ത വിഷമായി. പഠിച്ചോനെ, ഷാമിലിനെ പറഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞതാണ്. എന്നാൽ ഈ നിമിഷം ഷാമിൽ അവിടെ എത്തി. ഓഹോ, ഇവൻ പോയാലേ അവരിങ്ങ് വരൂ എന്നുണ്ടോ? ശരിക്കും അറബിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷാമിൽ ഞെട്ടിപ്പോയി. എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടുന്ന് പോയിട്ടുണ്ട്, നീ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ഷാമിലിന് വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം ഷാമിൽ വരാൻ പറഞ്ഞിട്ടാണ് അവർ വന്നത് തന്നെ, അതും അറബിച്ചിയുടെ സമ്മതപ്രകാരം. പക്ഷേ ഈ അറബി ഇത്രമാത്രം ക്രൂരനാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പാവം ആ റസിയയും മുത്തുവും എന്നെ കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു അവർക്ക്. ഇതിപ്പോൾ അറിയാത്തവർ തൽക്കാലം ഷാമിൽ പോകണ്ട, ഷാമിലിനെ വേറെ ഡ്യൂട്ടി തരാം, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഷാമിലിനെ വിളിക്കുന്നു അറബി. ശരിക്കും അവന് മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. റബ്ബേ, എൻ്റെ കെയർ ഓഫിൽ ഞാൻ വരാൻ പറഞ്ഞിട്ട് വരിക എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ എന്നെ കാണാനില്ല. എന്തായാലും അവർക്ക് വിഷമാവൂലേ? അതും അറിയാത്ത ഈ രാജ്യത്തേക്ക്. പഠിച്ച റബ്ബേ, നീ കാക്ക്. എന്നാൽ ഉമ്മുൽ ഖൈറിനും അത് വല്ലാത്തൊരു സങ്കടമായി തോന്നി. അതെ, ഷാമിലിൻ്റെ കെയർ ഓഫിൽ വരികയാണെങ്കിൽ പിന്നെന്തിനു മറ്റു 2 പേരെ നിങ്ങൾ പറഞ്ഞു വിട്ടത്? ഉമ്മുൽ ഖൈർ, നാവടക്ക്. കൂടുതലായിട്ട് നീ ഇവിടെ സംസാരിക്കണ്ട. അതിന് മാത്രം ഇവിടെ ആർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മുൽ ഖൈറിന് സങ്കടമാണ് വന്നത്. അവർ വിതുമ്പി കരഞ്ഞു. കുറേ മൂങ്ങിയിട്ട് വലിയ കാര്യം. ഷാമിൽ, ഇങ്ങ് വരൂ. ഷാമിലിനെ അപ്പോൾ തന്നെ അറബി മറ്റൊരിടത്ത് കൊണ്ടുപോയി. എന്നാൽ ഇതെല്ലാം കണ്ട ഉമ്മുൽ ഖൈർ വല്ലാതെ ഇടങ്ങാറായിപ്പോയി. റബ്ബേ, ഒരു പെണ്ണുണ്ട് കൂടെ. പഠിച്ചോനെ, എൻ്റെ ഭർത്താവിന് തെറ്റായ ബുദ്ധിയൊന്നും തോന്നിപ്പിച്ച് കൊടുക്കല്ലേ അല്ല. കാരണം വിശ്വസിക്കാൻ പറ്റൂല. കുറച്ചൊക്കെ പ്രായമായവരെ തന്നെ ഇവിടെ നിർത്താൻ പറ്റുള്ളൂ. ഒന്നിനും പറ്റൂല.
അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് വളരെയധികം വിഷമാണ്. റബ്ബേ, നീ കാത്തു രക്ഷിക്ക്. എന്നാൽ അതാ ആ രണ്ടു പേർ നേരെ എയർപോർട്ടിലെത്തി. എന്നാൽ റസിയും മുത്തുവും ഫ്ലൈറ്റ് ഇറങ്ങി. അവർ ഷാമിലിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇല്ല, ഷാമിലില്ല. അവർ ട്രോളികളുമായി അത് പുറത്തേക്ക് തള്ളി വന്നു. എങ്കിലും ഷാമിലിനെ കാണുന്നില്ല. ഒരു നിമിഷം അവരങ്ങ് ബേജാറായി പോയി. പക്ഷെ പെട്ടെന്ന് അവർ തിരിയുന്നത് കണ്ടപ്പോൾ ഒരു അറബി വണ്ടി അങ്ങോട്ട് വന്നു. അതിൽ നിന്ന് ഒരു അറബി വേഷമുള്ള ഒരാൾ ഇറങ്ങിയിട്ട് എന്തോ ചോദിച്ചു. ആ അതെ, ഷാമിൽ എന്നുള്ളത് മനസ്സിലായപ്പോൾ തന്നെ അവനൊരു തരം ഭയം തോന്നി. എന്നാൽ റസിയക്ക് അതിലേറെ. പഠിച്ചോനെ, ഓരോന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഗൾഫിലേക്ക് എത്തിപ്പെട്ടു, ഒരു വിസയിൽ കയറി. എന്നാൽ അവിടെ എത്തിയപ്പോൾ മരുഭൂമിയിലേക്ക് ഏതോ ഒരു കാട്ടറബികളുടെ ഇടയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ എത്തി വളരെയധികം ഉപദ്രവം നേരിട്ടു. പിന്നെ മസറയിൽ കഴിഞ്ഞു, ആടുജീവിതം നയിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും അത് മുത്തുവിൻ്റെ മനസ്സിലേക്ക് വന്നു. അതെ, രണ്ട് അറബികൾ, അതും വലിയ വൃത്തിയും വെടുപ്പൊന്നുമില്ലാത്തൊരു ടൈപ്സാണ്. എന്തോ ഒരു ജോലിക്കാരാണെന്ന് തോന്നുന്നു. അതോ അറിയില്ല, ഇനിയിപ്പോൾ നൈജീരിയക്കാരോ ആരോ എന്തോ അറിയില്ല. എന്നാൽ അവരുടെ ആ പേരും ഡീറ്റെയിൽസും അത് പറഞ്ഞപ്പോൾ അത് മനസ്സിലാവുകയും ചെയ്തു. ശരിക്കും ഭാഷയൊന്നും കറക്റ്റ് അറിയില്ല, എങ്കിലും എങ്ങനെയൊക്കെയോ. ഒരു നിമിഷം അവൻ ശങ്കിച്ചു നിന്നു ഷാമിൽ നിന്ന് വിളിക്കാൻ. പക്ഷേ ഫോൺ, അത് നെറ്റ്വർക്ക് റേഞ്ച് ഒന്നും അല്ലല്ലോ, ഒക്കെ റെഡിയാക്കിയിട്ട് വേണ്ടേ. അവൻ്റെ മനസ്സിൽ ഭീതി പടർന്നു. പഠിച്ചോനെ, എന്താ ചെയ്യതിൽ കയറി എൻ്റെ കാര്യം പോട്ടെ, ഈ ഒരു പെണ്ണിനെയും കൊണ്ട് ഞാനിവിടെ നിന്ന് കയറിപ്പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതെ, എനിക്ക് ആരും ഇല്ലാത്ത ഞാനൊരുത്തനാണ്. ഞാനിപ്പോൾ എന്തായാലും, പക്ഷേ ആ പെണ്ണിൻ്റെ ജീവിതം ഒരിക്കൽ പോലും അത് ബുദ്ധിമുട്ടാവരുത്, നഷ്ടമാകരുത് റബ്ബെ, എൻ്റെ ഒരു കാരണം കൊണ്ട്. അതായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. അല്പം ഭയത്തോടു കൂടി അവരങ്ങനെ ശങ്കിച്ചു നിൽക്കുമ്പോൾ അവർ പറഞ്ഞു, ഷാമിൽ എന്ന് പറഞ്ഞിട്ട് അവൻ അയച്ചതാണ് എന്നുള്ള രീതിയിൽ. ശരിക്കും മനമില്ലാ മനസ്സോടു കൂടി മുത്തു അതാ റസിയുടെ മുഖത്തേക്ക് നോക്കി. എന്താ അവർ പറയുന്നത്? ഷാമിൽ അയച്ചിട്ടാണ് എന്നല്ലേ പറഞ്ഞത്? അത് അറബിയുടെ വീട്ടിലേക്ക് എന്നല്ലേ? പിന്നെന്താ ശങ്കിച്ചു നിൽക്കുന്നത്? കയറിക്കൂടെ? അതെ, അല്പം ഗൗരവത്തോടു കൂടി തന്നെയാണ് റസിയ അത് പറഞ്ഞത്. അവൾ അത് പറഞ്ഞപ്പോൾ ശരിക്കും മുത്തുവും അത് ശരിവെച്ചു. എന്നാൽ കയറാം. അല്ലാ, പഠിച്ചോനെ, തവക്കൽത്തു അലല്ലാ. അവർ അതാ ദ്വാ ചെയ്തുകൊണ്ട് ആ വാഹനത്തിൽ കയറി. അതെ, ഒരു അറബി വണ്ടി എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 2 പേര്, നടുഭാഗത്തായിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റ്, പിറകിലായിക്കൊണ്ട് ലഗേജ് വെക്കാൻ പറ്റുന്ന ഒരുപാട് സ്പേസും കാര്യങ്ങളുള്ള ഒരു സ്ഥലം. അതായത് ലഗേജുമായി നാട്ടിലേക്ക് പോകുമ്പോഴും അതുപോലെ തിരിച്ച് എയർപോർട്ടിലേക്കും എവിടേക്കൊക്കെ പോവുകയാണെങ്കിലും അതൊരുപാട് നല്ല സംഭവമാണ്. പെട്ടിയും കാര്യങ്ങളും ലഗേജൊക്കെ പിന്നിൽ വെക്കാം, നടുഭാഗത്ത് ആളുകൾക്ക് ഇരിക്കാം, അതുപോലെ ഡ്രൈവർക്കും കൂടെയുള്ള ആൾക്ക് മുന്നിൽ ഇരിക്കാം. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാറിലൊന്നും കൊള്ളാത്ത ലഗേജും കാര്യങ്ങളെല്ലാം അതിൽ കൊള്ളും. പിന്നെ ചില അറബികളൊക്കെ പുല്ലും കാര്യങ്ങളും കുതിരകൾക്കും ഒട്ടകങ്ങൾക്ക് കൊടുക്കുന്ന സാധനങ്ങളും എല്ലാം കൊണ്ടുപോവുകയും ചെയ്യാം. അങ്ങനൊരു വണ്ടിയാണ്. അല്പം ഭയത്തോടു കൂടി അവർ അത് ഈത്തപ്പഴത്തിൻ്റെ ലോഡൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു ചാക്ക് അവിടെ മൂലക്കിൽ ഇരിപ്പുണ്ട്. അതിലെന്തോ അറിയില്ല, ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു ഇലകളൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റുഭാഗത്തുമായിട്ടും ഉണ്ട്. അത്ര ഫ്രഷ് ഒന്നുമല്ല വണ്ടി, എങ്കിലും അവർ അതിനകത്തേക്ക് കയറി. അല്ലാ, അങ്ങനെ അവർ യാത്ര തുടർന്ന് ഒരുപാട് സമയം മരുഭൂമിയിലൂടെയുള്ള യാത്ര. റസിയക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ഒരു നിമിഷം അത് കൊണ്ടുവന്ന വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വല്ലാത്ത ദാഹം. പക്ഷേ അത് മുത്തുവിനോട് പറയുന്നത് അത് ഒന്നും മിണ്ടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് മിണ്ടേണ്ടി വന്നു. എന്നാൽ അവൾ വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കണ്ട അവൻ ചോദിച്ചു, എന്താ? അത് വെള്ളം ഇവിടെ കിട്ടുമോ? വെള്ളം? ഒരു നിമിഷം കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു പോയിട്ടുണ്ട്. മരുഭൂമിയിലുള്ള യാത്രയാണെങ്കിൽ ഒരുപാടുണ്ട്, എന്തപ്പോൾ ചെയ്യുക എന്ന് വിചാരിച്ച് അവിടെയുള്ള ആ മുൻപിലിരിക്കുന്ന ആ ഒരു അറബികളെ തോണ്ടിയിട്ട് പറഞ്ഞു, മാ വാട്ടർ മാ എന്ന് പറഞ്ഞുകൊണ്ട് അത് ആംഗ്യം കാണിച്ചു കൊടുത്തു. അവർ ആ ഒരു വാഹനത്തിൻ്റെ സൈഡിൽ നിന്നും ഒരു കുപ്പിയെടുത്തു. അത് വളരെയധികം ചൂടായിട്ടുണ്ട്. അത് വല്ലാത്തൊരു, അതും ഒരു അഴുക്കായൊരു കുപ്പി കൂടിയാണ്. അത് കണ്ടപ്പോൾ തന്നെ റസിയക്ക് അത് ഛർദ്ദിക്കാൻ തോന്നി അവൾക്കത്. എന്നാലും വെള്ളമല്ലേ എന്ന് കരുതിയിട്ട് ഷാമിലത് നീട്ടിയപ്പോൾ അവൾക്കതിൻ്റെ ഒരു രൂപം കണ്ടപ്പോൾ, റബ്ബേ, ഇത് എവിടുത്തെ വണ്ടിയാണ് എന്തെനിക്കറിയില്ല. ആളുകളുടെ രൂപവും കോലമൊക്കെ കണ്ടിട്ട് ആകപ്പാടെ എന്തൊക്കെയൊരു വൃത്തികേട് തോന്നുന്നു. എങ്കിലും അവൾ ദാഹം കൊണ്ട് അത് കുടിച്ചു. പക്ഷേ അവർ യാത്ര
തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എങ്ങോട്ടെന്നില്ലാത്ത പോക്കാണ്. എത്രയായിട്ടും ഇത്രയൊന്നും ഷാമിൽ പറഞ്ഞിട്ടില്ലല്ലോ, ഇത്രയൊന്നും ദൂരം. എന്നാൽ അവർ അതിനിടയ്ക്ക് എന്തൊക്കെയോ അറബിയിലും മറ്റു ഭാഷകളിലുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല മുത്തുവിനും റസിയാക്കും. അവർ വേറെന്തൊക്കെയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാര്യയും ഭർത്താവുമാണോ, അതോ ഇവർ കാമുകനും കാമുകിയുമാണോ എന്തൊക്കെ തന്നെയാലും പാസ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള രീതിയും കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. കാരണം അറേബ്യയിലേക്ക് പല രീതിയിലും ആളുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നവരുണ്ട്. അതെ, ഭാര്യയും ഭർത്താവും ആണെങ്കിൽ അവരുടെ പാസ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതൊരിക്കലും അതല്ല എന്നുള്ളത് അവർക്ക് തോന്നി. പെട്ടെന്ന് അവരോട് ആവശ്യപ്പെടുന്നു, പാസ്പോർട്ട്. അത് കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും മുത്തു ഒന്ന് ഞെട്ടിയെങ്കിലും വേഗം, കാരണം തെളിവിന് വേണ്ടിയിട്ട് ഇവിടെ അത്യാവശ്യമാണല്ലോ പാസ്പോർട്ട് എങ്ങാനും ഇവിടെ ഇല്ലായി കഴിഞ്ഞാൽ റബ്ബേ, സ്വന്തം നാട്ടിൽ അറബ് നാടാണ്, അകത്തായി പോകും. അവർ ആ പാസ്പോർട്ട് കാണിച്ചു. അതെ, അവളെ ചൂണ്ടിക്കൊണ്ട് അവളുടെ പാസ്പോർട്ടും അവർ രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കി. ഇല്ല, ഒരു ബന്ധവുമില്ല, ഇവർ ഒരിക്കലും ഭാര്യയും ഭർത്താവുമല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഡ്രൈവറായ ആ അറബിയോട് എന്തൊക്കെയോ മറ്റേ ആൾ പറയുന്നുണ്ട്, ചിരിക്കുന്നുമൊക്കെയുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇവരേതായാലും ഭാര്യയും ഭർത്താവുമല്ല, രണ്ടുപേരും അവിടുന്ന് മുങ്ങിപ്പോരുകയാണെന്നാ തോന്നുന്നത് എന്നുള്ള രീതിയിൽ. എന്നാൽ ആ നിമിഷം തന്നെ അറബിക്ക് വിളിക്കുന്നു. ബ്രോ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അതെ, അവരൊരിക്കലും ഭാര്യയും ഭർത്താവുമല്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഓരോ വാക്കുകളാണ് അവർ ഉപയോഗിച്ചത് എന്ന് കുറച്ച് അവന് മനസ്സിലായോ എന്തോ. മുത്തുങ്ങനെ ശരിക്കും ഞെട്ടി നോക്കുകയാണ്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ മരുഭൂമിയിലുള്ള യാത്ര. ഒരു ഈത്തപ്പഴ മരത്തിൻ്റെ ഒരു തോട്ടം കാണുന്നു. ആ തോട്ടത്തിനടുത്തായിട്ട് അവർ ആ വാഹനം നിർത്തുന്നു. എന്നാൽ മുത്തു ഒരു നിമിഷം അങ്ങോട്ട് നോക്കി. അതാ ഈത്തപ്പഴത്തോട്ടത്തിൽ നിറയെ ഈത്തപ്പഴ കുലകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് അവൻ കണ്ടത്. റസിയും അവിടെ ഇറങ്ങി. എന്നാൽ അവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്നു. എന്തൊക്കെയോ മുത്തുവിനോട് പറയുന്നു, ഇതെല്ലാം ഈത്തപ്പഴത്തോട്ടങ്ങൾ, നിനക്ക് മാനേജ് ചെയ്യാനുള്ള, നിനക്ക് ജോലി ചെയ്യാനുള്ള ഈത്തപ്പഴത്തോട്ടങ്ങളാണ് എന്നൊക്കെയാണെന്ന് തോന്നി. എന്തൊക്കെയോ ചൂണ്ടിക്കൊണ്ട് പറയുന്നു. ഒരു നിമിഷം അവന് മനസ്സിലായി, അതെ, അവൻ പറഞ്ഞിരുന്നു ഷാമിൽ ഈത്തപ്പഴത്തോട്ടമാണ് എനിക്കവിടെ മാനേജിങ് ആണ് പണി, അവിടെ പണിക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും, നിനക്കും അവിടെ ആയിരിക്കും ഒരു ജോലി കിട്ടുക, കുഴപ്പമില്ലാത്ത സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അജുവ ഈത്തപ്പഴങ്ങൾ മേഡത്തിൻ്റേതാണ്, മറ്റേ ഈത്തപ്പഴം അത് അറബിയുടേതുമാണ്. അപ്പോൾ അജുവയിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്, മറ്റേതാകുമ്പോൾ കുറച്ച് കുറയാനും ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഷാമിലിന് ഏതാണ് അജുവയെന്നോ ഏതാണ് സാധാ ഈത്തപ്പഴം എന്നും പോലും അവന് തിരിച്ചറിയുന്നില്ല. അവനെല്ലാം ഒരുപോലെ തന്നെയാണ് തോന്നുന്നത്. അതെ, അത് ശരിക്ക് മൂത്ത് പഴുത്ത് പാകമായി തുടങ്ങുന്നേ ഉള്ളൂ. ചില ഭാഗങ്ങളൊക്കെ പഴുത്തിട്ടുണ്ട്, പക്ഷെ നല്ല രീതിയിൽ കായ്ക്കനികളുണ്ട് താനും. റസിയ അത്ഭുതത്തോടെ അത് നോക്കിയെന്നു. എൻ്റെ റബ്ബേ, മാഷാ അല്ലാ, വല്ലാത്തൊരു അത്ഭുതം തന്നെ ഈ ചുട്ടുപൊള്ളുന്ന ഈ മരുഭൂമിയിലെ. അതെ, ഇത്രമാത്രം ഈത്തപ്പഴങ്ങളോ റബ്ബേ, മാഷാ അല്ലാ, എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെ. ആ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ ചുറ്റുഭാഗത്തുമായി മണൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതെ, മരുഭൂമി, കത്തുന്ന മരുഭൂമി, നല്ല രീതിയിൽ ചൂടുണ്ട്. ശരിക്കൊന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ. എന്നാൽ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ അകത്തേക്ക് കടന്നപ്പോൾ അതിനകത്ത് വല്ലാത്തൊരു തണുപ്പ് അവർക്ക് അനുഭവപ്പെട്ടു. ശരിക്കും മുത്തു അള്ളാഹുവിനെ സ്തുതിച്ച്, അള്ളാഹുവെ, ഇത്രയധികം ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്ക് നടുവിലായിട്ട് ഈ ഒരു ഈത്തപ്പഴത്തോട്ടം സൃഷ്ടിച്ച അള്ളാഹുവെ, നീ എത്ര കാരുണ്യവാനാണ്. അതെ, അപ്പുറത്തായിട്ട് ഓരോ ഒട്ടകങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു. ശരിക്കും അതെ, അവൻ അപ്പോഴതും വിചാരിച്ചു, റഹ്മാനെ, ഇത്രമാത്രം വെയിലുള്ള ഈ ഒരു സമയത്ത് റഹ്മാനെ, അതെ, ഒരു കൂസലുമില്ലാതെ അതെ അങ്ങനെ നടക്കുകയാണല്ലോ, യാതൊരു വെയിലും അവർ ഏൽക്കുന്നില്ല. എത്രങ്ങാനും ദൂരമാണ് ഈ ഒട്ടകങ്ങൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുന്നത്. അള്ളാഹു അതെ ഓരോ സ്ഥലത്തേക്ക് അനുസരിച്ച് ഓരോ മൃഗങ്ങളെയും അള്ളാഹു ഇറക്കിയിട്ടുണ്ടല്ലോ റബ്ബേ. ഒട്ടകങ്ങൾ യാതൊരു പ്രശ്നവുമില്ലാതെ അവരെങ്ങനെ കൂളായിട്ട് നടക്കുകയാണ്. അതെ, അവർക്ക് ദിവസങ്ങളോളം മാസങ്ങളോളം കുടിക്കാനുള്ള വെള്ളം വരെ അവർ സംഭരിച്ച് വെക്കും. ഒക്കെ അള്ളാഹുവിൻ്റെ ഓരോ കഴിവ് തന്നെ റബ്ബേ, മാഷാ അല്ലാ. ശരിക്കും ഒട്ടകങ്ങളും ഈത്തപ്പഴത്തോട്ടങ്ങളും കണ്ട് അവൻ അത്ഭുതപ്പെടുകയായിരുന്നു. കൂടെ റസിയയും. അവർ പഠിച്ച റബ്ബിനെ സ്തുതിച്ചു. എന്നാൽ ഒരു നിമിഷം മുത്ത് വിചാരിച്ചു, ഷാമിലിനൊന്ന് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഒന്ന് വിശദമായിട്ട് ചോദിക്കാമായിരുന്നു. ഇവർ നേരെ ഈ ഈത്തപ്പഴത്തോട്ടത്തേക്കാണ് എന്നെ കൊണ്ടുവന്നത്. ഇവിടുത്തെ ജോലി എന്താ, കാര്യങ്ങൾ എന്താ, ഒന്നും എനിക്കറിയില്ല. അവൻ അറിയാത്ത രീതിയിൽ ഇങ്ങനെ ചോദിച്ചു.
ഇവിടെ ജോലി, ജോബ്, ദിസ് ഡേറ്റ് പ്ലാൻസ് വർക്കിംഗ് എന്നുള്ള രീതിയിൽ അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് ഇംഗ്ലീഷ് ഒന്ന് ഒപ്പിച്ച് നോക്കി. പക്ഷേ ഏ ഏ എന്ന് പറഞ്ഞു എന്നല്ലാതെ അവർ കാര്യമായിട്ട് അവർക്ക് ഒരു തരി പോലും ഇംഗ്ലീഷ് അറിയുന്ന കൂട്ടത്തിലായിരുന്നില്ല. തമ്പ്ര അവനാണെങ്കിൽ അറബി വശവുമില്ല. അതെ, ഈത്തപ്പഴത്തോട്ടത്തിലാണോ ഈ ഈത്തപ്പഴത്തോട്ടത്തിലാണോ എൻ്റെ ജോലി എന്നാണ് അവൻ ചോദിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അവർ പറഞ്ഞ് ഒന്ന് കൈയൊഴുകുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ഒരു പേര് ചോദിക്കാൻ വരെ കഴിയുന്നില്ല. മസ്മുഖ്, മുത്ത് ചോദിച്ചു. മഷ്മുഖ്, മഷ്മുഖ്, ശിഷ്മുഖ്, ഓക്കെ, കിസ്മുഖ്. അതെ, അവർക്ക് മസ്മുഖ് നമ്മളിവിടെ അറബി പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവരോട് പറയുമ്പോൾ ഷഷ്മുഖ് എന്ന് പറയണം അത്രേ. എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. ഖാലിദ്സ്, റാഷിദ്സ്, രണ്ടുപേരുടെയും പേര് അവർ പറയുന്നു. ഒന്ന് ഖാലിദും ഒന്ന് റാഷിദുമായിരുന്നു. ദിസ് പ്ലേസ് വർക്ക് ഖാലിദ് റാഷിദ്, യെസ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തൊക്കെയൊന്ന് പറഞ്ഞു. എന്നാൽ അതിൽ ഖാലിദ് പെട്ടെന്ന് ആ ഈത്തപ്പഴ മരത്തിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറി. അതെ, നല്ലോണം പഴുത്ത് പാകമായി നിൽക്കുന്ന ആ ഒരു ഈത്തപ്പഴം ഒരു കുല അതിൽ നിന്ന് ഒടിച്ചെടുത്തിട്ട് അവർക്ക് കഴിക്കുവാൻ വേണ്ടി കൊടുത്തു. ശരിക്കും അത് കണ്ടപ്പോൾ വല്ലാത്ത ആശ്വാസമായി. അതെ, ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുത്തുണ്ടാകുന്ന ഒരു അലിഞ്ഞ ടൈപ്സിലുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ, മധുരമുള്ള, കഴിക്കാൻ കഴിയുന്ന ആ ഒരു ടൈപ്സിലുള്ള ഒരു കുലയായിരുന്നു അവനിങ്ങനെ ഇടിച്ച് കൊണ്ടുവന്നത്. അത് അവിടെയുള്ള ആ വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകി അവർക്ക് നേരെ നീട്ടി. എന്നാൽ അവർ രണ്ടുപേരും അത് കഴിച്ച് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, വളരെയധികം ടേസ്റ്റുള്ള ഈത്തപ്പഴമായിരുന്നു അത് നല്ല രീതിയിൽ കഴിച്ച് വിശപ്പും ദാഹവും നന്നായിട്ടുണ്ട്. എങ്കിൽ ആ ഈത്തപ്പഴം കിട്ടിയപ്പോൾ തന്നെ സന്തോഷമായി. റസിയയും അത് കഴിച്ചു. അവൾ ആലോചിച്ചു, പ്രവാസികളായ ആളുകൾ ഈ മരുഭൂമിയിൽ എത്രമാത്രം കഷ്ടപ്പെട്ട് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ജോലിയെടുക്കുന്നവരുണ്ടാകും റബ്ബേ. പക്ഷേ നാട്ടിലേക്ക് ക്യാഷ് എത്തുമ്പോൾ പലർക്കും അതറിയില്ല. ഞങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു ക്യാഷ് കൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം ആർമാദിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അവൾ ഷാമിലിനെ ഓർത്തു. ഷാമിലിനൊക്കെ ഇത്രമാത്രം മരുഭൂമിയിൽ, എന്നാൽ ഷാമിൽ ആ ചൂടും വെയിലും കൊള്ളേണ്ടൊക്കെ വരും, വാഹനവുമായി എത്തേണ്ടൊക്കെ വരും. പക്ഷേ മാനേജിങ് ആയതുകൊണ്ട് തന്നെ ഓരോ ഈത്തപ്പഴത്തിൻ്റെ കണക്കും കാര്യങ്ങളും തൂക്കും അതൊക്കെ എഴുതുന്ന ആളൊക്കെയാണ്. അതവിടുത്തെ മാനേജിങ്. എന്നാൽ അവിടെ ആ കഷ്ടപ്പെട്ട് ഈത്തപ്പഴമെല്ലാം പറിക്കുന്ന ആളുകളെയൊക്കെ അവൻ കാണുകയാണ്. അവർ കണ്ടപ്പോൾ അവരുടെ ഹൃദയം പൊട്ടിപ്പോയി. അതിൻ്റെ അപ്പുറത്തായിട്ട് വലിയ വേറൊരു തോട്ടം, അവിടെയും ഒരുപാട് പണിക്കാരായിട്ട് ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ പഠിച്ചോനെ, ഇവിടുത്തെ ജോലി ഇതൊക്കെ തന്നെയാണല്ലോ. എന്നാൽ മറ്റൊരു ടീം അവിടെ കുറച്ചപ്പുറത്ത് വരുന്ന വഴിയിൽ ഒരുപാട് കണ്ടു മസറുകൾ, ആടുകളും ഒട്ടകങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മസറുകൾ. അതും വലിയ മരുഭൂമിയുടെ ഓരോ ഭാഗങ്ങളിലായിട്ട് മസറുകൾ. അതെ, ആടുകളും ഒട്ടകങ്ങളൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കണം. അതും പൊരി വെയിലത്ത്. അതിൻ്റെ കൂട്ടത്തിലും ഉണ്ടാവും അത് വെയിൽ കൊണ്ട് ചുക്കിച്ചുളിഞ്ഞ ഓരോ മനുഷ്യർ. അതെ, അവരുടെ ജീവിതം അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ക്യാഷിന് വേണ്ടി നാട്ടിലേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കുവാൻ വേണ്ടി അത്യധികം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ. അവരുടെ വീട്ടുകാരോട് പക്ഷേ അറിയില്ലായിരിക്കും ഞങ്ങളുടെ ബാപ്പാക്ക്, എൻ്റെ ഭർത്താവിന് ജോലി അവിടെ ആട് മേക്കലാണ്, അല്ലെങ്കിൽ ആടിനെ സംരക്ഷിക്കലാണ്, ഒട്ടകത്തെ നോക്കലാണ് എന്നുള്ളത്. എന്തൊക്കെ തന്നെയാലും ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അത് റസിയയും മുത്തുവും എല്ലാം പഠിച്ചു കഴിഞ്ഞു, കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട്. എന്നാൽ ഈ സമയം ഷാമിലിന് സമാധാനമുണ്ടായിരുന്നില്ല. അവൻ അറബിയോട് ചോദിച്ചു, ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ അവർ എത്തേണ്ട സമയമായില്ലേ? അവരെൻ്റെ തോട്ടത്തിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ഷാമിലൊന്ന് ഞെട്ടി. ഇല്ല, ഒരിക്കലും ഞാൻ ആ തോട്ടത്തിലേക്കല്ല അവരെ കൊണ്ടുപോകാൻ പറഞ്ഞത്. അത് ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞത് മേഡത്തിൻ്റെ, അതായത് ഉമ്മുൽ ഖൈറിൻ്റെ തോട്ടം അജ്വ ഈത്തപ്പഴത്തിൻ്റെ തോട്ടത്തിലേക്കാണ്. ആ തോട്ടത്തിലാവുമ്പോൾ അവിടെ തൊട്ടടുത്ത് കുറച്ച് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ റെസ്റ്റ് ചെയ്യുന്ന റൂമുണ്ട്, അങ്ങനെ കാര്യങ്ങളും എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യമൊക്കെയുള്ള സ്ഥലമാണ് അവിടെ. പക്ഷേ അറബി നേരെ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. അത് ഞാൻ അങ്ങോട്ടല്ല ഉദ്ദേശിച്ചത്. അതൊക്കെ പറയാൻ നീ ആരാ? എവിടെ എൻ്റെ ഈ ഒരു സന്നിധാനത്തിൽ വരികയാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം, മനസ്സിലായല്ലോ? അതെ, എൻ്റെ തോട്ടത്തിൽ അവർ ജോലിയെടുക്കട്ടെ. ഒരു നിമിഷം അവൻ, അതിൽ ഒരു സ്ത്രീയുമുണ്ട് അല്ലേ? സ്ത്രീയുമുണ്ട്. അവർ ഭാര്യയും ഭർത്താവുമാണോ എന്നുള്ള ചോദ്യത്തിന് ഷാമിൽ ഒന്നും മിണ്ടിയില്ല.
എങ്ങനെയുള്ള ഭാര്യയും ഭർത്താവും എനിക്കിവിടെ നന്നായിട്ടറിയാം. ശരിക്കും അറബിയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൻ ഞെട്ടിപ്പോയി. ഇയാൾ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ തിരിച്ചൊന്നും പറയാനും വയ്യല്ലോ. ഒരു നിമിഷം ഷാമിൽ പ്രാർത്ഥിച്ചു, പഠിച്ചോനെ ഒന്നിലും പെടുത്തല്ല അല്ലാ, ഇയാളാളത്ര ശരിയല്ല, എനിക്ക് നന്നായിട്ടറിയാം. മേഡനോട് എപ്പോഴും പറഞ്ഞ് കരയുന്ന കാര്യമാണ്. ഒരു പെണ്ണിനെയൊക്കെ കണ്ടാൽ, കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണിനെയൊക്കെ കണ്ടാൽ പിന്നെ ആളങ്ങ് മാറും എന്നൊക്കെ. പഠിച്ചോനെ എന്നെ വിശ്വസിച്ചാണ് റബ്ബേ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പഠിച്ചോനെ അവർക്ക് എന്തെങ്കിലും ഒന്നാകട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഉമ്മുൽ ഖൈറിൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യുകയാണെങ്കിലും ഉമ്മുൽ ഖൈറിൻ്റെ കെയർ ഓഫിൽ കഴിയുകയാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നെ പലവട്ടം അയാൾ എന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ തോട്ടത്തിലേക്കൊക്കെ. എന്നാൽ ഉമ്മുൽ ഖൈർ പറഞ്ഞു അവിടെയുള്ള ജോലിക്കാർക്കൊക്കെ പാടായിരിക്കും ഒരുപാട്. അതെ, അദ്ദേഹം കറക്റ്റ് കൂലിയും കൊടുക്കൂല, നല്ല ജോലിയുണ്ട്, പക്ഷേ കഷ്ടപ്പാട് കൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഷാമിൽ അജ്വയിൽ നീ നിന്നാൽ മതി, അപ്പുറത്തേക്ക് നീ പോകണ്ട. അതെ, എൻ്റെ അറബിച്ചിയുടെ നിർദ്ദേശം കേട്ട് ഞാൻ നിന്നത് കൊണ്ട് തന്നെ എനിക്ക് അൽഹംദുലില്ലാ റാഹത്താണ്, കുഴപ്പമില്ലാത്ത സാലറി കാര്യങ്ങളുണ്ട്. പോരാത്തിനിടക്കിടക്ക് ഈ ഒരു ഈത്തപ്പഴം കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ലാഭത്തിൽ നിന്ന് ഒരു ഓഹരി അതെനിക്ക് മാഡം തരാറുണ്ട്. അങ്ങനെയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അത് കാരണം എന്നെ ഒരിക്കലും കഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞാനും അജ്വ ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് മുത്തൂനെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. പക്ഷേ എന്ത് ചെയ്യും? എന്നാൽ അറബിയും അവനും കൂടെ യാത്ര ചെയ്യുകയാണ്. അയാളുടെ ഈത്തപ്പഴത്തോട്ടത്തിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. ഏറെ ദൂരം മരുഭൂമിയിലൂടെയുള്ള യാത്ര, ആ ഒരു പൊരി വെയിലത്ത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൂരെ നിന്നും ഒരു വെള്ള വണ്ടി കാണുന്നു. മുത്തുവും റസിയയും. ഒരു നിമിഷം അറബികളും അങ്ങോട്ട് നോക്കി. അർബാവിൻ്റെ വണ്ടിയാണ് വരുന്നത്. ഒരു നിമിഷം മുത്തുവിൻ്റെ മനസ്സിൽ പഠിച്ചവന് അർബാവ് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, ഓരോ ബുദ്ധിമുട്ടാക്കുന്ന അർബാവന്മാരെ കണ്ടിട്ടുണ്ട്, അത് പ്രയാസപ്പെടുത്തുന്ന അറബികളെ കണ്ടിട്ടുണ്ട്. റബ്ബേ ഇതെന്തായി തീരും എനിക്കറിയില്ല. അവൻ്റെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ടെങ്കിലും അള്ള ഉണ്ടല്ലോ കൂടെ. പിന്നെ ഷാമിൽ ഇവിടെ ഉള്ളതുകൊണ്ട് സമാധാനം തന്നെയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴൊക്കെ ഷാമിലിൻ്റെയൊക്കെ സ്ഥിതി അവൻ്റെ ഇഷ്ടങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിലും ഓരോ അറബികളുടെ കീഴിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർ പറഞ്ഞ അനുസരിച്ച് തന്നെ നിൽക്കേണ്ടി വരുമല്ലോ. മുത്തു എല്ലാം കൽപ്പിച്ചു നിന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ വാഹനം അടുത്തേക്ക് വരുന്നു. കാരണം ദൂരെ മരുഭൂമിയിൽ നിന്നും വരുന്നത്, നിരന്ന് കിടക്കുന്ന മരുഭൂമി ആയതുകൊണ്ട് തന്നെ വളരെ ദൂരെ നിന്നും അത് കാണാമായിരുന്നു. ഈത്തപ്പഴത്തോട്ടത്തിലേക്കുള്ള ആ ഒരു യാത്ര. ഒരു നിമിഷം ഷാമിൽ വിചാരിച്ചു, ഇനിയും ഏകദേശം 1 കിലോമീറ്ററിൻ്റെ പുറത്തുണ്ട്, എന്നാലും കാണുമ്പോൾ അടുത്താണെന്ന് തോന്നും. അങ്ങനെ അവർ പോയി അവസാനം ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു. വാഹനം നിർത്തി. ഷാമിലും അറബിയും വണ്ടിയിൽ നിന്നിറങ്ങി. എന്നാൽ മുത്തു ഷാമിലിനെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടെ ഷാമിൽ അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്നാൽ അറബി ഷാമിലിനൊരു നോട്ടം. എന്താ, ജോലിക്കാരോട് ഇത്രമാത്രം പോയി സ്നേഹം പ്രകടിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇന്നു മുതൽ അതൊന്നും പാടില്ല. ഇവിടെ അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഇവിടെ ജോലിക്ക് വന്നവർ അതിനെ ലിമിറ്റായ രീതിയിൽ, അല്ലാതെ കൂടുതലായിട്ട് സ്നേഹിക്കാനും സഹകരിക്കാനും പോകാൻ പറ്റില്ല എന്ന് അറബിയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ഷാമിൽ ഒന്ന് പതുങ്ങി. എന്നാൽ മുത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനൊരു സമാധാനം. ഷാമിൽ എന്ന് പറഞ്ഞ് മുത്തു അവൻ്റെ അടുത്തേക്ക് വന്നു. എങ്കിലും കൈപ്പിടിച്ച് സലാം പറഞ്ഞു. റസിയ, ഇത് എൻ്റെ പേര് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. എന്നാൽ പെട്ടെന്ന് അവളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, വൈഫാണോ? അത് അല്ല, അത് എന്താ വൈഫാണോ? ഒരു പക്ഷേ വൈഫാണെന്ന് പറഞ്ഞാൽ കുറച്ച് സേഫ്റ്റി ഉണ്ടാവും എന്ന് കരുതിയിട്ട് അറിയാതെ മുത്തു പറഞ്ഞു കഴിഞ്ഞു. വൈഫ് അങ്ങനെ തലയാട്ടി. കാരണം വൈഫ് അല്ല എന്ന് പറഞ്ഞ ഒരു പക്ഷേ അവളുടെ നേരെ അയാളുടെ കണ്ണങ്ങനെ നീങ്ങി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കോ എന്ന് കരുതിയിട്ട് ഒരു നിമിഷം അങ്ങനെ പറഞ്ഞു. എന്നാൽ അവളുടെ അടുത്തേക്ക് അയാൾ നോക്കിക്കൊണ്ട് ശശ്മേഷ് എന്ന് പറഞ്ഞു. ഒരു നിമിഷം അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഷാമിൽ പറഞ്ഞു, റസിയ. നിന്നോട് ആര് ചോദിച്ചു എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ പറയട്ടെ. എന്നാൽ ഷാമിൽ പേര് ആംഗ്യം കാണിച്ചു കൊടുത്തു. പേര് എന്നാണ് പറയുന്നതെന്ന്. റസിയ. റഷ്യ. ഓക്കെ, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. റസിയുടെ മുഖത്തേക്ക് നോക്കി എന്തൊക്കെ അയാൾ ചോദിച്ചു കൊണ്ടിരുന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾക്ക് ശരിക്കും പേടി തോന്നി. ആ ഒരു അറബിയുടെ കാട്ടിക്കൂട്ടൽ കണ്ടപ്പോൾ പഠിച്ചോനെ, അറബികൾ വല്ലാത്ത സാധനങ്ങളൊക്കെ പറഞ്ഞു കേട്ടിക്കണേ. ഇതിപ്പോൾ എന്താവും? പഠിച്ചോനെ നീ കാത്തുരക്ഷിക്ക്.
അവളുടെ മനസ്സിൽ വല്ലാത്ത ഭീതി തോന്നി. എന്നാൽ ഷാമിൽ പറഞ്ഞു, മലയാളമല്ലേ, അറബിക്ക് വല്ല അറിയല്ലോ, ഡ്രസ്സ് മേടിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഇൻഷാ അല്ലാ വീട്ടിലേക്ക് പോകാം. ഇവിടെ ഒന്നല്ല, നിൻ്റെ ജോലി ഇവിടെ ഒന്നല്ല. ഇയാളുടെ വിചാരം നിൻ്റെ ജോലി ഇവിടെ തോട്ടത്തിലാണെന്നാ. അത് നിനക്ക് വീട്ടിലാണ് ജോലി, ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നി. പക്ഷെ മുത്തു ഇവിടെ ഈത്തപ്പഴത്തോട്ടത്തിലായിരിക്കും, ഇവൻ ഈ തോട്ടത്തിലായിരിക്കും ജോലി ചെയ്യുക, അറബി പറയുന്നു. ശരിക്കും ഷാമിൽ ചോദിച്ചു, അജുവ ഈത്തപ്പഴത്തോട്ടത്തിലെ ആൾ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 2 പേരെ അങ്ങോട്ട് അയക്കാം, എന്താ, എന്നിട്ട് അവനെ ഇവിടെ നിർത്താം. അത് ശരിക്കും ഷാമിൽ അത് ഇഷ്ടപ്പെടുകയേ ചെയ്തില്ല. അവന് ദേഷ്യവും സങ്കടം വന്നു. കാരണം ഞാൻ അവനെ കൊണ്ടുവന്നത് അജുവയിലേക്കാണ്. ഇപ്പോൾ ഇയാൾ നേരെ ഇങ്ങോട്ട് എഴുന്നള്ളിപ്പിച്ചത് എന്തിനാ, എന്ത് കാര്യത്തിനാ? ഞാൻ നേരെ അത് അവരെ കൊണ്ടുവരാൻ നിന്നപ്പോത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും അവന് ദേഷ്യമാണ് വന്നത്. കാരണം ആ അറബിയുടെ പ്രവൃത്തി അങ്ങനെയാണ്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞാൽ ഇവിടുത്തെ നിയമം കാര്യങ്ങളല്ലേ, നമ്മൾ അവരെ പേടിച്ച് നിൽക്കണ്ടേ. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ചെയ്യാം. ബീവിയുടെ അടുത്താണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അത് ഉമ്മുൽ ഖൈർ, അവർ നല്ല ഒരു സ്ത്രീയാണ്. അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അവർ എല്ലാം കൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും. പരിഗണന നൽകിയേ മതിയാവൂ റസിയക്ക്. വിശ്വസിച്ച് കൂടെ പോകുന്നതാണ്. അതുകൊണ്ട് പരിഗണിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. പക്ഷേ ഈ അറബി, ഈ കളവൻ അറബി, അയാളത്ര ആളങ്ങ് ശരിയല്ല. അതെ, അയാളുടെ വേലക്കാരിയായിട്ടൊക്കെ അങ്ങ് എടുത്തു കളയും. അതാണ് പേടി. ഇപ്പോൾ എന്തായാലും മുത്തുവിനെ അങ്ങോട്ട് ആക്കിയല്ലോ, സമാധാനമായല്ലോ. ശരിക്കും പറഞ്ഞാൽ ഷാമിലിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അതെ, ഉമ്മുൽ ഖൈറിനോട് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കണം. എന്നാൽ തിരിച്ചു പോയാലോ എന്ന അറബിയോട് ചോദ്യത്തിന്, എന്താ നിനക്കിത്ര തിരക്ക്? ജോലി തുടങ്ങട്ടെ, ഇവരിവിടെ തന്നെ തുടങ്ങിക്കോട്ടെ, അതിന് നിനക്കെന്താ തിരക്ക്? അല്ല, ഈ ഒരു ലേഡിക്ക് ഇവിടെ ജോലി കൊടുക്കുന്നത് ഇവിടെ ഫുള്ള് ജെൻസ് ആയിരിക്കും. ജെൻസ് ലേഡീസ് എന്നില്ല, ജോലി ചെയ്യുന്നവരിൽ എല്ലാവരും സൗന്മാരാണ്. അയാളുടെ വാക്ക് കേട്ട് ശരിക്കും ഷാമിലിന് ദേഷ്യമാണ് വന്നത്. ഒരു നിമിഷം അവൻ എന്തെങ്കിലുമൊക്കെ പറയുമെന്നായിപ്പോയി. പക്ഷേ എന്ത് ചെയ്യാൻ, ഓരോരുത്തരുടെ ജന്മങ്ങൾ ഇങ്ങനെ തന്നെയാണ് പഠിച്ചവനെ. എന്തായിരിക്കും നമ്മുടെ റസിയുടെയും മുത്തുവിൻ്റെയും അവസ്ഥ? അവർക്ക് അജുവ ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് ജോലി കിട്ടുമോ? വീട്ടിലേക്ക് ഗദ്ദാമയായി റസിയെ കൂട്ടിക്കൊണ്ടു പോകുമോ? നമുക്ക് കാത്തിരിക്കാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.